RDX അടുത്ത വിഷയത്തിലേക്ക്. പുലിപ്പല്ല് കേസിൽ വനം വകുപ്പിന്റെ കസ്റ്റഡിയിലായിരുന്ന റാപ്പർ വേടന് അല്പം മുമ്പ് ജാമ്യം കിട്ടി. വേടനെ അഴിക്കുള്ളിലിടാൻ വനം വകുപ്പ് പയറ്റിയ വാദങ്ങളെല്ലാം തള്ളിയാണ് ജാമ്യം നൽകാനുള്ള കോടതിയുടെ തീരുമാനം. ഇന്ന് രാവിലെ വേടനെ തൃശൂർ പൂമലയിലെ വീട്ടിലും പുലിപ്പല്ല് ലോക്കറ്റാക്കി നൽകിയ ജ്വല്ലറിയിലും തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ കേരളം കണ്ടു ആ ചെറുപ്പക്കാരനോടുള്ള ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യവും മുൻവിധിയും നീരസം മുറ്റി നിൽക്കുന്ന സമീപനവും. ഓടി രക്ഷപ്പെടാൻ സാധ്യതയുള്ള കുറ്റവാളിയോട് എന്നോണമായിരുന്നു അറിയപ്പെടുന്ന ആ കലാകാരനോടുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശരീരഭാഷ. വേടൻ ഇപ്പോൾ കുറ്റാരോപിതനാണ്. വേടൻ ചെയ്തുവെന്നാരോപിക്കുന്ന കുറ്റത്തെ RDX കുറച്ചു കാണുന്നില്ല. പക്ഷേ അനുപാതരഹിതമായി വേട്ടയാടിയോ വേടനെ എന്ന ചോദ്യം തള്ളിക്കളയാനുമാകില്ല. RDX പരിശോധിക്കുന്നു. ആദ്യം RDX റാപ്പ് 59 സെക്കൻഡിൽ. അറിവില്ലാതെയാണ് പുലിപ്പല്ല് സമ്മാനമായി വാങ്ങിയതെന്നായിരുന്നു വേടന്റെ വാദം. വ്യാജമായി കെട്ടിച്ചമച്ച കേസാണെന്നും ഇത്തരം കേസുകൾ ഉണ്ടാക്കിയാൽ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ലെന്നും വേടന്റെ അഭിഭാഷകൻ പറഞ്ഞു. എന്നാൽ ജാമ്യാപേക്ഷയെ വനം വകുപ്പ് ശക്തമായി എതിർത്തു. മൃഗവേട്ട നടന്നിട്ടുണ്ട് എന്ന് വനം വകുപ്പ് വാദിച്ചു. പക്ഷേ വനം വകുപ്പിന്റെ വാദങ്ങളെല്ലാം തള്ളിയാണ് കോടതി വേടന് ജാമ്യം അനുവദിച്ചത്. ഇന്ന് കാലത്ത് വേടനെ തൃശൂരിലെത്തിച്ച് വനം വകുപ്പ് തെളിവെടുപ്പ് നടത്തി. ആദ്യം വിയ്യൂരിലെ ജ്വല്ലറിയിലെത്തിച്ചു. യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് അറിയില്ലായിരുന്നെന്നും വേടനെ പരിചയമില്ലെന്നും ജ്വല്ലറി ഉടമ സന്തോഷ് മൊഴി നൽകി. തുടർന്ന് തൃശൂർ പൂമലയിലെ വീട്ടിൽ വേടനെ എത്തിച്ച് തെളിവെടുത്തു. വീട്ടുകാർ പാവങ്ങളാണെന്നും അവരെ ഉപദ്രവിക്കരുതെന്നും വേടന്റെ പ്രതികരണം. വേടന് ഇടവും വലവുമായി നിരവധി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ഓടിപ്പോയാൽ തടയാനെന്ന വണ്ണം ഇടുപ്പിലും തോളിലുമെല്ലാം കൈ ചേർത്ത് പിടിച്ചാണ് കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും. കൊടും കുറ്റവാളികളോടെന്ന പോലെയാണ് വേടനോടുള്ള വനംവകുപ്പിന്റെ സമീപനവും ശരീരഭാഷയും. RDX റാപ്പ് ന്യൂസ് മലയാളം. വേടന് അങ്ങനെ ജാമ്യം കിട്ടി. ജാമ്യത്തിൽ ഉപാധികളുണ്ട്. എന്താണ് ഉപാധികളെന്ന് നോക്കാം. വേടൻ കേരളം വിട്ട് പുറത്തു പോകാൻ പാടില്ല എന്നിവയടക്കമുള്ള ഉപാധികളാണുള്ളത്. അന്വേഷണവുമായി വനം വകുപ്പിനോട് സഹകരിക്കണം. സാധാരണഗതിയിൽ ഇത്തരം ജാമ്യങ്ങൾക്കുള്ള ഉപാധികൾ തന്നെയാണ്. 7 ദിവസത്തിൽ അകം പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്ന് ഉപാധിയുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്ന് വേടനോട് പറഞ്ഞിട്ടുണ്ട്. വേടന് പിന്തുണയേറുകയാണെന്നതാണ് നമ്മൾ കാണുന്നത്. വേടനെ മാറ്റി നിർത്തില്ല എന്ന് കവി മുരുകൻ കാട്ടാക്കട പറഞ്ഞു. വേടൻ ഇവിടെ തന്നെ വേണമെന്ന് ഗായകൻ ഷെഹവാസ് അമൻ ഇന്ന് ഫേസ്ബുക്കിൽ എഴുതി. വേടനെ വേട്ടയാടരുത് എന്ന് ചെറുകഥാകൃത്ത് CPM അനുഭാവിയായുള്ള അശോകൻ ചെരുവിൽ ഫേസ്ബുക്കിൽ പരസ്യമായിട്ട് എഴുതി. വനംവകുപ്പ് നടപടി അനുചിതവും തിരുത്തപ്പെടേണ്ടതുമാണെന്ന് സുനിൽ P. ഇളയിടം ഇന്ന് ഫേസ്ബുക്കിൽ എഴുതി. അടിച്ചമർത്തപ്പെട്ടവന്റെ വികാരം വരികളിലൂടെ ജ്വലിപ്പിച്ചവനാണെന്ന് PV ശ്രീനിജൻ MLA പറഞ്ഞു. ആനക്കൊമ്പ് സൂക്ഷിക്കുന്നവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്ന് ആക്ടിവിസ്റ്റ് ധന്യാരാമൻ നേരത്തെ ഫേസ്ബുക്കിൽ എഴുതി. വേടന്റെ അറസ്റ്റ് ബോബ് മാർലിയുമായി താരതമ്യം ചെയ്യുകയാണ് CPIM ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ MA ബേബി അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. ബോബ് മാർലിയെ കഞ്ചാവ് കൈവശം വെച്ചതിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് MA ബേബി ചൂണ്ടിക്കാണിച്ചു. ബോബ് മാർലിയുടെ പാട്ടും പാൻ ആഫ്രിക്കൻ രാഷ്ട്രീയവും ഇഷ്ടമാണ് എന്ന് അദ്ദേഹം എഴുതി. പക്ഷേ അതൊന്നും മയക്കുമരുന്ന് ഉപയോഗിച്ചൊരു ന്യായീകരണമല്ല എന്ന് ബോബ് മാർലിയെ തന്നെയും തള്ളിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഓർമ്മപ്പെടുത്തി സോഷ്യൽ മീഡിയ ഇതാണ് വന്നത്. പോലീസ് വനം വകുപ്പ് നടപടികൾ ചോദ്യം ചെയ്ത് സോഷ്യൽ മീഡിയ ഇന്ന് ശബ്ദമുണ്ടാക്കി. ആനക്കൊമ്പ് സൂക്ഷിച്ച മോഹൻലാലിൻ്റെ പേരിൽ മൃഗവേട്ടയുടെ കേസെടുത്തില്ലല്ലോ എന്ന് പലരും ചൂണ്ടിക്കാണിച്ചു. മോഹൻലാലിനെ ഒരു വനം വകുപ്പ് ഓഫീസിലും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തില്ല എന്ന് അവർ പറയുന്നുണ്ട്. KM ബഷീർ കൊല്ലപ്പെട്ട കേസിൽ ശ്രീറാം വെങ്കിട്ടരാമന് രക്തപരിശോധന നടത്തിയില്ലല്ലോ എന്നതും ഇതുമായി ബന്ധപ്പെട്ട് പല വിമർശനങ്ങളിൽ ഒന്നായിട്ട് വന്നു. വേടൻ്റെ ഏറ്റവും പുതിയ പാട്ട് മോണോ ലോവ എന്ന പാട്ട് ഇന്ന് റിലീസ് ചെയ്തു. റാപ്പ് സോങ്ങിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രേമ ഗാനവുമാണ്. റാപ്പ് രീതിയിൽ തന്നെയുള്ള ഒരു പ്രേമ ഗാനമാണ് വേടൻ പുറത്തിറക്കിയത്. മോണോലോബ ഇതുവരെ കണ്ടത് 3 ലക്ഷത്തിലേറെ ആളുകളാണ്. ഇതുവരെ ഇന്ന് രാവിലെ വന്നതാണ്. ഇതുവരെ 3 ലക്ഷത്തിലേറെ ആളുകൾ കണ്ടു. തൻ്റെ പ്രണയത്തെ മോണോലോവ അഗ്നിപർവ്വത്തോട് ഉപമിക്കുന്ന വരികളാണ് വേടൻ ഈ പാട്ടിൽ എഴുതിയിട്ടുള്ളത്. ഇന്നിപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ വേടൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അത് ഈ മയക്കുമരുന്നും കഞ്ചാവും പോലുള്ള സംഗതികളിൽ നിന്ന് വിട്ടുനിൽക്കണം, മദ്യവും മയക്കുമരുന്നും പോലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാണാം. കേസിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. അത് കോടതിയുടെ കയ്യിലിരിക്കുന്ന കാര്യമായ കാരണം എനിക്ക് ഒരുപാട് ആൾക്കാരോട് നന്ദിയുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എന്നെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന എൻ്റെ സഹോദരന്മാരോടാണ്. ഇപ്പോൾ ഇവൻ്റെ പുകവലി മദ്യപാനമൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ബാഡ് ഇൻഫ്ലുവൻസ് ആണെന്ന് എനിക്കറിയാം. ചേട്ടനോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ, പോയിട്ട് വരാം. എനിക്ക് അതിനെക്കുറിച്ച് എനിക്കൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് കോടതിയുടെ താഴെയുള്ള ഒരു കേസാണ്. പോയിട്ട് വരാൻ മക്കളെ, പോയിട്ട് വരാം. അതാണ് ഹർഷൻ, നമ്മൾ കണ്ടതാണ് പകല് മുഴുവൻ. ഇത് ഈ വേടൻ എപ്പിസോഡ് കഴിഞ്ഞിട്ടൊന്നുമില്ല, തുടരും. പലതരത്തിലുള്ള ചർച്ചകൾക്ക് അത് കാരണമായിട്ടുണ്ട്. പക്ഷേ ആ കോടതിയിൽ നിന്ന് ഉടനടി ജാമ്യം ലഭിച്ചു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് സംഭവങ്ങളെ മൊത്തത്തിൽ കാണേണ്ടത്. തീർച്ചയായും. അതായത്
വനംവകുപ്പ് വലിയൊരു ആവേശത്തിലായിരുന്നു. എനിക്കൊന്ന് ഈ വേടൻ എന്നുള്ള പേര് തന്നെ വനംവകുപ്പിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ടാവണം മുമ്പേ തന്നെ. കാരണം വനംവകുപ്പിന് ഒരു പേരല്ലോ, വേട്ടക്കാരൻ എന്നുള്ള മട്ടിൽ ഒരു പേര്. അതെ, അപ്പൊ അങ്ങനെ തന്നെയാണ് വനംവകുപ്പിനെ കണ്ടിട്ടുള്ളത്. ആത്യന്തികമായി വന നിയമങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യവിരുദ്ധമാണ്. അതൊക്കെ പരിഷ്കരിക്കേണ്ട കാലം എപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ വനംവകുപ്പ് പലപ്പോഴും ഈ കള്ളിങ് അടക്കമുള്ള വിഷയങ്ങളിൽ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മറ്റേ ഇടുക്കി അടക്കമുള്ള മേഖലയിലെ കുടിയേറ്റ മേഖലയിലുള്ള കാര്യങ്ങളിലൊക്കെ വനംവകുപ്പ് സ്വീകരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് പിന്തിരിപ്പനാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഏതാണ്ട് ആ നിലപാടിൻ്റെ തുടർച്ച ഇവിടെ ഇപ്പോൾ വനംവകുപ്പ് എപ്പോഴും അങ്ങനെ ലൈംലൈറ്റിൽ വരാറില്ല. ഇത് വനംവകുപ്പ് ഈ വിഷയത്തിൽ വരുമ്പോഴും അത് തന്നെ സംഭവിച്ചു. ഏറ്റവും ക്രൂരമായി അതായത് ഒരു വനവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുന്ന പ്രതികളോട് ഏറ്റവും ക്രൂരമായി പെരുമാറുന്ന ഒരു വകുപ്പാണ് വനംവകുപ്പ്. അതായത് നമ്മൾ വിചാരിക്കുന്നത് വനംവകുപ്പുമായി ബന്ധപ്പെട്ട കേസാണല്ലോ, അത് മറ്റു പല രീതിയിലും കൈകാര്യം ചെയ്യാമല്ലോ. മറ്റേതൊരു അതിനേക്കാൾ വലിയ ക്രിമിനലുകളെയൊക്കെ പിടിക്കുന്ന പോലീസാണ് പലപ്പോഴും വലിയ കുഴപ്പം കാണിക്കുന്നതെന്ന് നമ്മൾ കരുതും. പക്ഷേ ഫോറസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടിച്ചു കൊന്നിട്ടുള്ള ചരിത്രം കേരളത്തിലുണ്ട്. അങ്ങനത്തെ ഒരു വകുപ്പ് തന്നെയാണ്. അതുകൊണ്ട് അത്ര ഭയങ്കര ഗംഭീരമായ ഗ്ലോറിഫൈ ചെയ്ത് നമ്മൾ വിലയിരുത്തേണ്ട ഒരു വകുപ്പൊന്നുമല്ല. പക്ഷേ വന നിയമങ്ങൾ പാലിക്കാൻ ഇപ്പോൾ തൽക്കാലം അതാണ് മാർഗം. അവരുടെ രീതിയാണ്, അവരുടെ നിയമങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോവുകയേ മാർഗമുള്ളൂ. ഇപ്പോൾ ഈ കേസെടുത്തിരിക്കുന്നത് എന്തിനൊക്കെയാണ്? 1972 വകുപ്പ് വനം നിയമം അനുസരിച്ച് വകുപ്പ് 39, 49B, 51, പിന്നെ എന്താണ് 9. എന്താണത്? മൃഗവേട്ട, ഹണ്ടിങ്. ആദ്യം തന്നെ ഹണ്ടിങ്ങിനങ്ങ് കേസെടുത്തിരിക്കുകയാണ്. അതായത് ഈ പല്ല് പുലിപ്പല്ലാണോ എന്ന് ശാസ്ത്രീയമായി ഇപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഹണ്ടിങ്ങിന് കേസ് അവിടെ എടുത്തു കഴിഞ്ഞു. ഇപ്പം നമ്മളിപ്പോൾ എല്ലാവരും താരതമ്യം ചെയ്യുമല്ലോ. മോഹൻലാലിൻ്റെ കേസ് ഇത് വേറെയാണ്, അത് മറ്റേ കൊമ്പ് ഊരി കൊടുത്തതല്ലേ, ഉടമ കൊടുത്തതല്ലേ. ഈ ന്യായമൊന്നും ഇവിടെ വരുന്നില്ലല്ലോ. സമ്മാനമായി കിട്ടിയതാണെന്നുള്ള ന്യായം ഇവിടെ വരുന്നില്ലല്ലോ. ഒറ്റയടിക്ക് വനംവകുപ്പ്, അതായത് ഈ ചാഞ്ഞ മരത്തിൽ ഓടിക്കയറാം എന്നുള്ള ഒരു ഇത് തന്നെയാണ് ഇവിടെ വനംവകുപ്പിന്, ആ യുക്തി തന്നെയാണ് വനംവകുപ്പ് ഇവിടെ പ്രയോഗിച്ചത്. മാത്രമല്ല എന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചു. ഇന്നലെ ഈ വേടനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോകുന്നത് കണ്ടിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, പാലക്കാട് ജില്ലയിൽ നിന്നാണ് വിളിച്ചത്. അദ്ദേഹം വളരെ സജീവമായി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പോലീസ് കൊണ്ടുപോയതും വനംവകുപ്പ് കൊണ്ടുപോയതും ഒന്ന് നോക്കൂ. പോലീസ് വേടനെ ഈ മാധ്യമപ്രവർത്തകരുടെ വലിയ തള്ളിക്കയറ്റത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ചേർത്ത് പിടിച്ച് കൊണ്ടുപോയി എന്നതേ ഉള്ളൂ. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വേടനെ എങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കൂ. ലോക്ക് ചെയ്തിട്ടാണ്. ഈ കൈക്കിടയിലൂടെ കൈയിട്ട്, കക്ഷത്തിലൂടെ കൈയിട്ട് ലോക്ക് ചെയ്തിട്ട് 3 ഉദ്യോഗസ്ഥരുടെ കൈ ഒരേ സമയം ഈ വേടൻ്റെ ശരീരത്തിലുണ്ട്. അതായത് അങ്ങനെയല്ല, ഒരു കലാകാരൻ കൂടിയാണ് വേടൻ. ഏറ്റവും അധികം പുതിയ തലമുറയെ സ്വാധീനിക്കുന്ന ഒരു കലാകാരനാണ്. അയാൾ ചെയ്തിട്ടുള്ള കുറ്റങ്ങളൊന്നും നമ്മൾ ഗംഭീരമാണെന്ന് നമ്മൾ പറയുന്നില്ല, അതിനെ കുറച്ചും കാണുന്നില്ല. പക്ഷേ അയാളെ കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെയല്ല. അതായത് നീതി എന്നത് അവിടെ നടപ്പാവുന്നില്ല, നിയമം മാത്രമാണ് നടപ്പാവുന്നത്. ആ നിയമത്തിൻ്റെ കൂടെ എന്താണ് ഈ പറഞ്ഞ പോലെ ഇയാളെ കൈകാര്യം ചെയ്യേണ്ടതാണെന്നുള്ളൊരു ബോധം കൂടി അവിടെ നടപ്പാവുകയാണ്. നീതി നടപ്പാവുന്നില്ല എന്നത് വളരെ പ്രകടമായിരുന്നു. അത് കോടതിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നിന്ന നിപ്പിൽ നിങ്ങൾ ഈ പറയുന്ന മട്ടിലല്ല, അതായത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പാവില്ല. ഈ ഹണ്ടിങ് അടക്കം ചുമത്തിക്കൊണ്ട് അവിടെ പോയി വാദിക്കുകയാണ്. അത് എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയത് ആ ഉദ്യോഗസ്ഥൻ്റെ ഒരു ആത്മവിശ്വാസം. അവിടേക്ക് പോകുമ്പോൾ തന്നെ ഞങ്ങളിപ്പോൾ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങും എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിന് മുമ്പ് തന്നെ കൊടുക്കുന്ന ബൈറ്റിൽ, ഇന്നലത്തെ ബൈറ്റിൽ തന്നെയുണ്ട് 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ മേടിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകും എന്നുള്ള ഒരു ചിന്തയാണ്. മാത്രമല്ല അദ്ദേഹം വിശദീകരിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയത്, വേടൻ്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണ്. അപ്പോൾ ശ്രീലങ്കക്കാരായ ആരെയോ അവിടെ പരിചയപ്പെട്ട് അവർ കൊടുത്തതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ കൂടി ഇതിനകത്ത് കിടപ്പുണ്ട്. എന്ത് കണക്ഷൻ? അപ്പോൾ അങ്ങനെയൊക്കെ ഇതിനെ പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ റെയിൽവേ കോളനിയിൽ ജനിച്ച് ജീവിച്ച് വളർന്ന ഒരു ചെറുപ്പക്കാരൻ, എല്ലാ തരം ഇവിടുത്തെ സാമൂഹികമായ അസമത്വങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ ഇപ്പോൾ വാക്കുകൾ കൊണ്ട് ഇവിടുത്തെ ആളുകളുടെ ഏറ്റവും പുതിയ ചെറുപ്പക്കാരുടെ ഹരമായി മാറുമ്പോൾ അയാളെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ള കാര്യം. അതാണ്, അത് മാത്രമല്ല ഹർഷൻ, അതായത് ഇതിനകത്ത് ഈ നമ്മുടെ ഫോറസ്റ്റ് സംവിധാനങ്ങളാണോ അല്ലെങ്കിൽ വേടനാണോ ഈ സംഭവ വികാസങ്ങളോട് മര്യാദക്ക് പെരുമാറിയതെന്ന് ചോദിച്ചാൽ വേടനാണ് എന്നിപ്പോൾ ഒടുവിലത്തെ ബൈറ്റിൽ പോലും ഇത് കാണാം. അതായത് അയാൾ വന്നതെന്ന് പറയുന്നത് എന്താണ്, ഞാൻ 2-3 വാചകങ്ങളെ പറയുള്ളൂ, പക്ഷേ അതിനകത്ത് എന്തിനാണോ ഇയാളെ ഈ സംഭവത്തിലേക്ക് പെടുത്തിയത്, അത് ഈ ലഹരി വിരുദ്ധ പരിപാടിയാണല്ലോ, ഈ ലഹരി പിടിച്ചിട്ടാണല്ലോ, ഞാൻ വലിയും മദ്യപാനവും ഒക്കെ മോശമാണ്, ഞാൻ കൂടുതൽ നല്ല മനുഷ്യനാകാൻ ശ്രമിക്കാം എന്ന് വളരെ വളരെ എന്താ പറയുക കമ്പോസ്ഡ് ആയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോകുന്നത്. ഒരു പരിഹാസത്തിൻ്റെ സ്വരം അതിനകത്തില്ല, എന്തെങ്കിലും തരത്തിലുള്ള റിബല്യസ് ആയിട്ടുള്ള സംഭവമില്ല. അയാളുടെ പാട്ട് മുഴുവൻ റിബല്യസ് ആയിട്ടുള്ളതാണ്. ഈ റാപ്പിൻ്റെ ഒക്കെ ഒരു ചരിത്രം തന്നെ ഹർഷം കഴിഞ്ഞ വിശദമായിട്ട് പറഞ്ഞാണല്ലോ, റിബൽസിൻ്റെ ചരിത്രമാണ്. പക്ഷേ ഒട്ടും ഈ
സംവിധാനങ്ങളോട്, നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തോട്, പോലീസ് സംവിധാനത്തോട് ഒരു റിബല്യസ് ടോണും ഇല്ലാതെ അയാൾ പറയാണ്, ഞാൻ കൂടുതൽ നല്ല മനുഷ്യനാകാൻ ശ്രമിക്കും, എനിക്ക് മറ്റുള്ളവരോട് ഖേദമുണ്ട് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ വർത്തമാനം പറഞ്ഞിട്ട് അയാൾ പോയത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, സ്വന്തം കയ്യിലുള്ള അധികാരം എന്ന് വിചാരിക്കുന്ന ഈ സംവിധാനത്തെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വളരെ മോശമായിട്ട് മിസ്യൂസ് ചെയ്തു. ഹണ്ടിങ്ങിന് കേസെടുക്കുക എന്ന് വെച്ചാൽ ഇയാൾ ഒരു കൊടുവാളും എടുത്തിട്ട് കാട്ടിലേക്ക് പോയിട്ട് കടുവയെ കുത്തിക്കൊല്ലുക, അല്ലെങ്കിൽ പുലിയെ കുത്തിക്കൊല്ലുക, എന്നിട്ട് അതിൻ്റെ പല്ലെടുത്തിട്ട് ഇയാൾ അണിയുക എന്നുള്ള മട്ടല്ല ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോമൺ സെൻസ് ഇല്ലാത്ത വിധത്തിൽ ഇവർ കിട്ടിയൊരു അധികാരത്തെ അവർ അങ്ങേയറ്റം മോശമായിട്ട് മിസ്യൂസ് ചെയ്തു. എന്നാൽ വേടൻ ഓപ്പോസിറ്റാണ് ചെയ്തത്. അയാൾക്ക് 10-30 വയസ്സാകുമ്പോഴേക്ക് കിട്ടിയൊരു ഫെയിമിനെ, അതും ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കിടയിൽ കിട്ടിയ ഫെയിമിനെ അയാൾ അവിടെ വന്നിട്ട് രാസലഹരിയെ തള്ളിപ്പറയുക ചെയ്തിരിക്കുന്നത്. അപ്പോഴും അയാൾ സത്യസന്ധത കാണിച്ചു. എന്താണ് അയാൾ രാസലഹരിയെ തള്ളിപ്പറയുമ്പോൾ അയാൾ കഞ്ചാവ് അടിക്കുന്നുണ്ടാകണം, അതുകൊണ്ടായിരിക്കണം അയാൾ കഞ്ചാവും രാസലഹരി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പോയക്കാറുണ്ട്, ഞാൻ കള്ളു കുടിക്കാറുണ്ട്. അയാൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മൈക്കിന് മുമ്പ് പറഞ്ഞു. ഇന്ന് പറഞ്ഞു, ഞാൻ അതും വിട്ട് നല്ലവനാകാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. ഇതിലപ്പുറം എന്താണ് ഒരു 30 വയസ്സിലെ ചെറുപ്പക്കാരന് ചെയ്യാൻ പറ്റുക? ഫെയിമും പണവും അയാളുടെ റൂമിൽ ചാക്കിൽ കെട്ടിയ പോലെയായിരുന്നു പണം. അപ്പോൾ ഇത്രയും ചെറിയ പ്രായത്തിനകത്ത് ഇത്രയും അണ്ടർ ഡോഗായിട്ട് എഴുന്നേറ്റ് വന്ന ഈ റെയിൽവേ ഭാഗത്ത് നിന്നൊക്കെ വന്നിട്ട് ഈ വലിയ ഫെയിം ഉണ്ടാക്കിയിട്ട് ഒരുപാട് പണം ഉണ്ടാക്കിയിട്ട് അയാൾ ഈ സംഗതികളോടൊന്നും റിബല്യസ് ആവാതെ, പല സിനിമാക്കാരും ചെയ്യുന്ന കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഷൈൻ ടോം ചാക്കോ ഒരു തവണ പിടിയിലായിട്ട് വീണ്ടും അയാൾ അതിലൊത്ത് നിന്ന് പെട്ടതാണ്. അപ്പോൾ ഇയാളെ ഇങ്ങനെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു ചെറുപ്പക്കാരനെ കിട്ടിയിട്ട് അതിനെ നല്ല നിലക്ക് പരിശോധിച്ചെടുത്തിട്ട് അയാളെ നമ്മളുടെ പൊതുസമൂഹത്തിനകത്തേക്ക് കുറെ കൂടെ പോസിറ്റീവായുള്ളൊരു വശത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നതിന് പകരം പോലീസ് അത് ചെയ്തു. പോലീസ് വല്ലാതെ ഉപദ്രവിച്ചില്ല. പക്ഷേ ഈ വനം വകുപ്പ്, ഈ മന്ത്രി എത്ര പരിഹാസ്യമായിട്ടാണ് ആദ്യം സംസാരിച്ചത്. അദ്ദേഹത്തിന് കാര്യമേ മനസ്സിലായില്ല. ഇപ്പോൾ കാര്യം മനസ്സിലായപ്പോൾ അദ്ദേഹം പറയാണ് നല്ല കുട്ടിയാണ് എന്ന മട്ടിൽ വർത്താനം പറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഈ ഇടതുപക്ഷക്കാരുടെ വലിയ വിമർശനം ഒരു കാരണമായിട്ടുണ്ട്. സുനിൽ പി ഇളയുടെ ഒക്കെ അങ്ങനെ വന്നിട്ട് ഇത്തരം കാര്യങ്ങളിൽ വളരെ ശക്തമായിട്ട് സംസാരിക്കുന്നതല്ലോ. പക്ഷേ അദ്ദേഹം സംസാരിച്ചു, CPM ജനറൽ സെക്രട്ടറി തന്നെയും വന്ന് സംസാരിച്ചു, അശോകൻ ചെരുവിനെ പോലുള്ള CPM അനുഭാവികൾ വന്ന് സംസാരിച്ചു. പിന്നെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആളുകളെല്ലാം വന്നിട്ട് വലിയ പിന്തുണ നൽകി. ഇപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ പറയണം, വ്യക്തികൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യും. ഈ ഇദ്ദേഹത്തിനെതിരെ വേറെ പരാതികളുണ്ടല്ലോ, മീറ്റു പരാതികളുണ്ടായിരുന്നു, അതും ഇപ്പോൾ പല സ്ഥലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യങ്ങളെ തള്ളിപ്പറയുകയും അതിശക്തമായിട്ട് എതിർക്കേണ്ടടുത്ത് എതിർക്കുകയും ചെയ്യുക. പക്ഷേ ആ കുറ്റം ചെയ്ത ആൾ ഈ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ട് നമുക്ക് ഗുണപരമായ കാര്യങ്ങളാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതെങ്കിൽ അതിനെ സ്വാംശീകരിക്കുകയാണ് പൊതുസമൂഹം ചെയ്യേണ്ടത്. ഇപ്പോൾ വനം വകുപ്പ് ആ കാര്യത്തിൽ അക്ഷന്തവ്യമായുള്ള തെറ്റ് ചെയ്തിരിക്കുന്നു. അത് കോടതി ഇങ്ങനെ ഒഴിവാക്കി കൊടുത്തത് നന്നായി. അല്ലെങ്കിൽ ഇവരിതിനെ വല്ലാത്തോതിൽ ആഘോഷിച്ചേനെ. പിന്നെ അതോടൊപ്പം നമുക്ക് ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇതിനകം ഇദ്ദേഹത്തിൻ്റെ പാട്ടിലുണ്ടായിരിക്കുന്ന, അദ്ദേഹം എഴുതിയിരിക്കുന്ന, ഈ വേടൻ എന്ന് പറയുന്ന പാട്ടുകാരൻ എഴുതിയിരിക്കുന്ന ഈ അനീതി, ഈ എലീറ്റിസവും മറ്റും തമ്മിലുള്ള കാര്യം, മനുഷ്യരെ തട്ടുതട്ടാക്കി വെക്കുന്നത്, അതിനകത്ത് ഈ തമ്പുരാനും താഴേക്കിടയുള്ള ആളുകളും എന്നൊക്കെയുള്ള വൈരുദ്ധ്യം എത്രത്തോളം ശക്തമാണ് എന്ന് കേരളത്തിന് മുന്നിൽ വേടൻ അയാൾക്ക് മേൽ കിട്ടിയ ഈ കേസ് കൊണ്ടുകൂടെ തെളിയിച്ചു കൊടുത്തു. മോഹൻലാലിൻ്റെ ആനക്കൊമ്പ് കഥ നമ്മൾ വിശദമായിട്ട് പറയേണ്ടതില്ല, പക്ഷേ ആ ആനക്കൊമ്പ് കഥ എല്ലാവരുടെ മുന്നിലുണ്ട്. സുരേഷ് ഗോപി ആഢ്യനായിട്ട് അണിഞ്ഞു നടക്കുന്ന കാര്യത്തിൻ്റെ കാര്യം എന്താണെന്ന് സുരേഷ് ഗോപി വന്ന് പറഞ്ഞിട്ട് പോലുമില്ല. സാധാരണ ഇതിൽ വന്ന് പറയുന്നതാണ്, ഇത് പ്ലാസ്റ്റിക്കിൽ ഞാൻ അവിടെ നിന്ന് അമ്പലപ്പുറമെന്ന് വാങ്ങിച്ചാണെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം, പക്ഷേ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവരെല്ലാം എടുത്ത് ഉപയോഗിക്കുന്ന ഒരു കാര്യം, ഇയാളെ കൊണ്ട് മാത്രം ഈ 3 പട്ടാളക്കാരെ പോലെ പിടിച്ചു ലോക്ക് ചെയ്ത് കൊണ്ടുപോവുകയും മറ്റും ചെയ്ത്. ഇപ്പോൾ എന്താണ് സംഭവം? ഈ നാട്ടിൽ നമ്മൾ വളരെ പുരോഗമനപരമാണെന്ന് നമ്മൾ അഭിമാനിക്കുന്ന കേരളത്തിനകത്ത് ഇങ്ങനൊരു പ്രശ്നവും കൂടി ഉണ്ടെന്ന് വളരെ കൃത്യമായിട്ട് തെളിയിക്കുന്ന ഒരു സംഭവമായി ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. അതുമാത്രമല്ല, ഇതിൽ മാധ്യമങ്ങളുടെ ഇത് കൈകാര്യം ചെയ്ത രീതി, ഓരോ ദിവസവും മാധ്യമങ്ങൾക്ക് ഓരോ നിറമായിരുന്നു. അത് ഭയങ്കര രസമാണ്. കാരണം ചില വിമർശനങ്ങളൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് തിരുത്തുന്നൊക്കെയുണ്ട് ചില മാധ്യമങ്ങൾ എന്നുള്ളത് ഒഴിച്ചാൽ. പൊതുവേ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പത്രം അതിൻ്റെ ഓൺലൈനിലൂടെ എത്ര മോശമായാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് എന്നുള്ളത് പഠനവിധേയമാക്കേണ്ടതാണ്. നമ്മൾ ചില സമയത്ത് ഇതൊക്കെ പറയുമ്പോൾ ജേർണലിസം ക്ലാസ് തുടങ്ങിയെന്ന് വിമർശനം ഉണ്ടാവാറുണ്ടല്ലോ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ. പക്ഷേ അതൊക്കെ എടുത്തു വെച്ച് ഇവന്മാർ തന്നെ ഒന്ന് പഠിക്കേണ്ടതാണെന്ന്. അല്ല, അതിനകത്ത് ഒരു കാര്യം ദിലീപ് കേസിൽപ്പെട്ടല്ലോ. ദിലീപ് കേസിൽപ്പെട്ടപ്പോൾ ദിലീപിന് അനുകൂലമായിട്ട് എത്രമാത്രം ടെക്സ്റ്റാണ് ഒരു ഭാഗത്ത് ടെക്സ്റ്റും കൊണ്ടിരുത്തി വേറെ. പിന്നെ ചില കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളുടെ വനിതാ മാസികളുടെ ഫ്രണ്ട് കവർ പേജ് വന്നിട്ട് വലിയ വിവാദമൊക്കെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ അവരെ വെളുപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന ആളുകളാണ് ഈ പറയുന്ന ജോലി ചെയ്യുന്നത്. ശ്രീലങ്കയിൽ നിന്ന് നീലഗിരിയിലേക്ക് കുടിയേറിയ ഒരു അമ്മയുടെ മകൻ, തൃശ്ശൂരിൽ പട്ടിണി നിറഞ്ഞ ബാല്യത്തിൽ വളർന്നവൻ, കണ്ടും കേട്ടും വളർന്ന ജാതി മത വർണ്ണ ചിന്തകൾക്കെതിരെയാണ് വേടൻ്റെ പാട്ട്. ആദ്യ ആൽബമായ വോയിസ് ഓഫ് വോയിസ്ലെസ് മുതൽ അയാളുടെ പാട്ടിൽ ആ തീയുണ്ട്. ഇന്ന് അയാളെത്തുന്ന വേദിയിലെല്ലാം വലിയ ആൾക്കൂട്ടം കേൾക്കാനെത്തുന്നു. നീ അങ്ങനെ അത്രയും കേമനാകേണ്ട എന്ന ചിലരുടെ തോന്നലാണോ വേടനെതിരായ അളവിനപ്പുറത്തെ നീക്കത്തിന് പിന്നിലെന്ന് RDXന് സന്ദേഹമുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ വേടൻ ഇപ്പോൾ കുറ്റാരോപിതനാണ്. അതിന് വിചാരണ നടത്തേണ്ടതും വിധിക്കേണ്ടതും നാട്ടിലെ സംവിധാനമാണ്. ഒരാളുടെയും മുൻവിധികളും ധാർഷ്ട്യവുമല്ല. വേടൻ്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണെന്നും ആ കണക്ഷൻ അന്വേഷിക്കണമെന്നുമാണ്
വനം വകുപ്പ് പറഞ്ഞത്. അമ്മ മറ്റൊരു രാജ്യത്ത് ജനിച്ചതിന് മകൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നേയില്ല. വേടൻ്റെ തന്നെ ഒരു പാട്ടിലെ വരിയാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു വേടൻ പോരിൽ ചത്താൽ 1000 വീണ്ടും പിറക്കും. എലിയെങ്കിൽ മലയും തുറക്കും, പുലിയെങ്കിൽ പോരിൽ മരിക്കും. പാര് മുഴുവനും എതിരെയെങ്കിലും പാട്ടുകൊണ്ട് ഞാൻ പോര് നടത്തും. ലഹരി ഉപേക്ഷിക്കുമെന്ന വേടൻ്റെ വാക്കിനെ തൽക്കാലം നമുക്ക് വിശ്വസിക്കുന്നു. അതുകൊണ്ട് കൂടെയാണ് ഈ നല്ല വാക്കുകൾ. ബാക്കി നാട്ടിലെ നിയമം തീരുമാനിക്കട്ടെ. ഇടവേളയിലേക്ക്.